റോയൽ ഫാമിലി ചോയ്സിൽ നിന്ന് വരെയാണ്. പേരെന്താണ്? എൻ്റെ പേര് ജോസഫ് സെബാസ്റ്റ്യൻ. ലിസമ്മ ജോസഫ്. ലിവിൻ ജോസ്. എന്ത് ചെയ്യുന്നു? +2 എവിടെയാണ്? പെരുവന്താനം. പൊൻകുന്ന് SH സ്കൂളിൽ പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുകയാണ്. ഹൈസ്കൂൾ? UP സ്കൂള്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈഫില് മറക്കാൻ പറ്റാത്ത അനുഭവം ഒന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യം, എനിക്ക് പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഡൽഹിക്ക് 2 പ്രാവശ്യം പോകാനുള്ള ഒരവസരം കിട്ടി. അതിൽ ഡൽഹി പാർലമെൻറ്റ് മുഴുവൻ പോയി കാണാൻ പറ്റി. പാർലമെൻറ്റ് ലോക്സഭ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ആ ലോക്സഭ സന്ദർശനകാലിൽ അത് കയറിയിരുന്ന് അത് ലോക്സഭ കൂടുന്നത് കാണാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത്, എനിക്ക് ആഗ്ര താജ്മഹൽ പോയി കാണാൻ പറ്റി. താജ്മഹൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യക്കാരനെ ആഗ്രഹിക്കുന്നവരാണ്. എന്നെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം താജ്മഹൽ പോയി ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം ഏത് ഇന്ത്യക്കാരനും ഉള്ള ഒരു ആഗ്രഹമാണ്. സാമ്പത്തികത്തിൻ്റെ കുറവുകൊണ്ട് നമ്മളെ പലർക്കും പോയി കാണാൻ പറ്റിയില്ല. എനിക്ക് പൈസ മുടക്കൊന്നുമില്ലാതെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്കത് കാണാൻ പറ്റിയത് എനിക്ക് വലിയൊരു സന്തോഷം. നമ്മൾ സാറ് താജ്മഹലിനെ പറ്റി പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ ഷോഫ് വെച്ച മാർബിളൊക്കെ വെച്ച് വളരെ മനോഹരമായിരിക്കുന്ന താജ്മഹലാണ്. പക്ഷെ ഇപ്പം നമ്മുടെ ഈ മനുഷ്യൻ ഒത്തിരി മലിനീകരണം വരുത്തുന്ന മൂലം അമ്പളമഴയും അതൊക്കെ മൂലം അതിൻ്റെ ശോഭ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാറ് അങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ ഈ മനുഷ്യന്റെ ഇങ്ങനെയുള്ള പ്രവൃത്തിയോട് സാറിന്റെ അഭിപ്രായം എന്താണ്? നമ്മളെല്ലാം ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ അവിടെയും മനുഷ്യർ ചെയ്യുന്നു. അതുകൊണ്ട് അതിൻ്റെ ആ ശോഭ, മാർബിളിൻ്റെ ശോഭ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് ഷാജഹാൻ ചക്രവർത്തി പണിതാണ്. അപ്പോൾ അതിൻ്റെ ഈ അവിടുത്തെ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ പുക വമിക്കുന്നതുകൊണ്ട് അതിൻ്റെ മാർബിളിൻ്റെ ശോഭ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരെന്തോ കെമിക്കലൊക്കെ പുരട്ടി ലേപനം ചെയ്ത് മാർബിളെ പുരട്ടിയിട്ട് അതിൻ്റെ ശോഭ വീണ്ടെടുക്കാൻ വേണ്ടി അവിടെ ഞാൻ ചെന്നപ്പം ഞാൻ കണ്ടിരുന്നു. അത് എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയത്തില്ല. അന്ന് അവിടെ ഞാൻ ചെന്നപ്പോൾ കണ്ടതാണിത്. പക്ഷെ ആ യമുനാ നദി തൊട്ടടുത്ത് കൂടെ പോകുന്ന യമുനാ നദി വളരെ ഈ വെള്ളം മുഴുവൻ ഇങ്ങനെ കറുത്താണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് വെള്ളമൊന്നും പറയാനില്ല. നമ്മുടെ ഇവിടെ ഈ ഓടകളിൽ കൂടെ പോകുന്ന എറണാകുളം നഗരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ഓടകളിൽ കൂടെ ഒഴുകുന്ന വെള്ളം പോലെ കുറച്ച് വെള്ളം മാത്രമേ ഒഴുകുന്നു. പിന്നെ യമുനാ നദി ഈ കരകവിഞ്ഞൊഴുകുന്നതൊന്നും അവിടെ ഞാൻ കണ്ടില്ല. നമ്മുടെ പുണ്യ നദിയുടെ അവസ്ഥയെ പറ്റിയാണ് സാറ് പറഞ്ഞത്. തീർച്ചയായും നമ്മുടെ ആ പ്രവർത്തനം മൂലമാണ്. തീർച്ചയായും അതിന് ഒരു മാറ്റം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചേട്ടന്റെ ഹോബീസ് എന്തൊക്കെയാണ്? TV ആണ് മെയിൻ ആയിട്ട്. TV ആണ്. ഏതുതരം പ്രോഗ്രാം കാണാനാണ് കൂടുതൽ ഇഷ്ടം? കാർട്ടൂൺ കാണാനാണ് ഇഷ്ടം. കാർട്ടൂണിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? ഡ്രാഗൺ ബോൾ സി എന്ന് പറഞ്ഞാൽ അത് രോമാഞ്ചനൊക്കെ കാണാറുണ്ടോ? അതുപോലത്തെ കാർട്ടൂണിനോടൊന്നും താല്പര്യമില്ലേ? കാണാറില്ല. ഇഷ്ടമാണ്. ഓക്കെ. ഒഴിവ് വേളകൾ അമ്മ ചെലവഴിക്കുന്നത് എങ്ങനെയാണ്? തയ്യൽ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ ആവശ്യത്തിനുള്ളത് ഒക്കെ തയ്ച്ചെടുക്കുന്നു. പിന്നെ പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇതിലൂടെ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻസർ പറയുകയാണെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങളുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഇത്തിരി സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ത്രീയും പുരുഷനും രാത്രിയിൽ റോഡിൽ കൂടെ നടന്നു പോവുകയായിരുന്നു. സപ്പോസ് സാറ് തന്നെയാണെന്ന് വിചാരിക്കുക. സാർ ഓപ്പോസിറ്റ് വരികയാണ്. പോലീസ് ഒരു സാറ് തന്നെയാണെന്ന് സങ്കല്പിക്കുമ്പോൾ കൂടുതൽ എളുപ്പം അതിൽ. സാറ് തന്നെ വരുമ്പോഴത്തേക്കിനും അവരെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്. ആ സ്ത്രീയെ തടഞ്ഞു നിർത്തി ചോദിച്ചു, ആരാ ഇവൻ നിന്റെ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആ സ്ത്രീ പറയുകയാണ്, അവൻ അവന്റെ അമ്മാവൻ എന്റെ അമ്മാവനെ അമ്മാവനാണ് വിളിക്കുന്നത്. അപ്പൊ ആ സ്ത്രീയുടെ ആരാണ് ആ പുരുഷൻ? സ്ത്രീ പറഞ്ഞത് കൂട്ടത്തിലുള്ള പുരുഷന്റെ അമ്മാവൻ എന്റെ അമ്മാവനെ അമ്മാവനാണ് വിളിക്കുന്നത്. അപ്പൊ ആരാണ്? ഇതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ആലോചിക്കാൻ 3 മിനിറ്റ് സമയമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ്, എളുപ്പത്തിൽ പറയാൻ പറ്റും.
ആ കൂടത്തിലുള്ള പുരുഷന്റെ അമ്മാവൻ സ്ത്രീയുടെ അമ്മാവനെ അമ്മാവെന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ പുരുഷന്റെ ആരാണ് ആ സ്ത്രീ? ആ സ്ത്രീയുടെ ആരാണ് പുരുഷൻ? പെങ്ങളല്ലേ? ആൻസർ ഉറപ്പാണെന്ന് വിശ്വാസമുണ്ടോ? ഉറപ്പായിരിക്കുമെന്ന്. പക്ഷെ സോറി, ആൻസർ തെറ്റിപ്പോയി. ഓക്കെ, സാരമില്ല. നമ്മൾ ഒരു സന്തോഷത്തിന് വേണ്ടി ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ടോ കോമഡി സീനോ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഏതാ വേണ്ടത്? പാട്ട് വേണോ കോമഡി സീൻ വേണോ? ഏത് പാട്ടാ വേണ്ടത്? ഏതെങ്കിലും ഒരു പാട്ട് മതിയോ? അല്ല, ജഗതിയുടെ ഒരു കോമഡി സീനാണ് എനിക്കിഷ്ടം. ജഗതിയുടെ കോമഡി സീനാണ് ഇഷ്ടം. ഓക്കെ.